അതിരപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വെള്ളപ്പാറയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഫെൻസിംഗ് നിർമ്മാണം നടന്നെങ്കിലും 100 മീറ്റർ നിർമ്മാണം നടത്താതെ മേഖലയിൽ ഒഴിവാക്കിയിരുന്നു. ഈ ഭാഗത്തുകൂടിയാണ് 4 മാസത്തോളമായി കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. സനു കെ സജീവ് ചേരുന്നു. സനു, അതിരപ്പള്ളി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരിക്കുകയാണ്. ഫെൻസിംഗ് നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും ഏകദേശം 100 മീറ്റർ ചുറ്റളവിൽ ഈ നിർമ്മാണം നടത്താതെ ഇട്ടിരിക്കുകയായിരുന്നു. അതുവഴിയാണ് സ്ഥിരമായി കാട്ടാനക്കൂട്ടം പുറത്തേക്ക് വരുന്നത് എന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ അതിരപ്പള്ളി മേഖലയിലെ ജനങ്ങൾ ഈ കാട്ടാനയുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. അതായത് കാട്ടാന ഇറങ്ങാത്ത ദിവസമില്ല എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. അതായത് അത്രയ്ക്കും വലിയൊരു ബുദ്ധിമുട്ടിലാണ് ഈ കാട് വിട്ടിറങ്ങിയ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ആനകളെ കൊണ്ട് അല്ലെ ആനക്കൂട്ടങ്ങളെ കൊണ്ട് അവിടുത്തെ ജനങ്ങള് മലയോര കർഷകരടക്കം വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. ആ ദുരിതത്തിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയായി വെള്ളപ്പാറയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം മാറിയിരിക്കുന്നു. അവിടെ വ്യാപകമായിട്ട് കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. കരകൃഷി പൂർണ്ണമായിട്ടും നശിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഓണവിപണിയൊക്കെ ലക്ഷ്യം വെച്ച് നട്ടിരുന്ന ഈ വാഴകൃഷി അടക്കം വ്യാപകമായിട്ട് കാട്ടാനക്കൂട്ടം പിഴുതെറിഞ്ഞിട്ടുണ്ട്, നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഫെൻസിംഗ് നിർമ്മാണം ഈ പ്രദേശത്തൊക്കെ ഉണ്ട്. അവിടെ 100 മീറ്റർ പ്രദേശത്താണ് ഇപ്പോൾ ഇത് നടത്താത്തതുള്ളത്. ആ പ്രദേശം, അതായത് ഈ നിർമ്മാണം നടത്താതെ ഒഴിച്ചിട്ടിരിക്കുന്ന ഈ 100 മീറ്റർ പ്രദേശത്ത് കൂടിയാണ് ഈ കാട്ടാനക്കൂട്ടം കഴിഞ്ഞ 4-5 മാസമായിട്ട് പതിവായിട്ട് ഈ ജനവാസ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മുൻപൊക്കെ ഒറ്റയാനായിരുന്നു ഇറങ്ങുന്നതെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല. 30-ലധികം ആനകൾ അല്ലെ 40ഓളം ആനകളൊക്കെ കൂട്ടമായിട്ട് ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു. ഒരു ഭാഗത്ത് നിന്ന് തുരത്തി വിടുമ്പോൾ മറുഭാഗത്തൂടെ വീടുകളുടെ സമീപത്തേക്ക് കൂടി എത്തുന്ന സാഹചര്യം ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.